ഒരിക്കൽ കൂടി ശബരിമലയിലേക്ക് പോവുകയാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, മീനമാസം പൂജകൾക്കായി നട തുറക്കുമ്പോൾ ഈ ശ്രീകോവിലിന് മുന്നിലേക്ക് നേരെ എത്താൻ കഴിയുന്ന തരത്തിൽ അവിടെ ക്യൂ ക്രമീകരിക്കുകയാണ്. അതിൻ്റെ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ അത് നടപ്പാക്കുന്നുണ്ട്. അത് വിജയിക്കുമോ എന്നാണ് അറിയേണ്ടത്. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. അപ്പോൾ എ.വി. ജയശങ്കർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ജയശങ്കർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയൊക്കെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അദ്ദേഹമൊക്കെ അവിടെ ഉണ്ട്. എന്താണ് നട തുറന്നതിന് ശേഷമുള്ള വിവരങ്ങൾ? ഈ ക്രമീകരണം സംബന്ധിച്ച് ഭക്തരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ്? അതായത് വിജയകുമാർ, തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ മണ്ഡലകാലം വലിയൊരു വിജയമായിരുന്നു, വലിയ മാതൃക കാണിച്ചു, വലിയ വിവാദങ്ങളുണ്ടായില്ല. ഇത്തവണ മീനമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ പുതിയ പരീക്ഷണത്തിന് തുടക്കം കുറിക്കുന്നു. അതായത് പുതിയ ക്യൂ സംവിധാനം വരുന്നു കൊടിമരച്ചുവട്ടിൽ നിന്ന്. ഈ രീതിയെക്കുറിച്ച് എന്താണ്, ഇത് വിജയിക്കുമോ, എന്താണ് തോന്നുന്നത്? ഞങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഭഗവാനെ കുറേ സംതൃപ്തിയോടുകൂടി കണ്ടു മടങ്ങുക എന്നുള്ളത്. ഇപ്പോൾ നിലവിലുള്ള രീതിയിൽ ഭഗവാന്റെ മുന്നിൽ കൂടി പോകുമ്പോൾ 4-5 സെക്കൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഏതാണ്ട് ഒരു 50% ഭക്തജനങ്ങൾക്കും ദർശനം കിട്ടുന്നുമില്ല. അപ്പോൾ അത് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് 18-ാം പടിയുടെ മുന്നിൽ കൂടി നേരെ ബലിക്കൽ പടിയിൽ കൂടി നേരിട്ട് ഭഗവാന് ദർശനം നടത്തുവാനുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ആലോചിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതൊരു ട്രയലായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് സക്സസ് ആയാൽ വിഷുപൂജയ്ക്ക് പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കും. വിഷുപൂജയ്ക്ക് കൂടി ഇത് പൂർണ്ണമായി വിജയിക്കുകയാണെങ്കിൽ സീസണിലും ഇത്തരം രീതി തന്നെ അവലംബിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ രീതി വരുമ്പോൾ എത്ര സമയം ദർശനം ലഭിക്കുമെന്നാണ് കണക്കൂട്ടൽ? ഈ രീതി ബലിക്കൽപ്പുരയിൽ നിന്ന് ബലിക്കൽപ്പുരയിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. ഏതാണ്ടൊരു 20-25 സെക്കൻഡ് വരെ ഒരു ഭക്തന് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ദർശന രീതിയുടെ സവിശേഷത. നമ്മൾ മറ്റൊരു കാര്യം ഇങ്ങനെ രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ ഭക്തരിൽ നിന്ന് ചില ഒരു ദുരന്തം ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊരു നിധി സ്വരൂപിക്കുക എന്നുള്ള രീതി, അത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന ഭക്തരിൽ നിന്നാണോ പണം, അതോ മറ്റു രീതിയിലാണോ, എങ്ങനെയാണത്? അതായത് ഈ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇൻഷുറൻസ് വേണം. അപ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള ഇൻഷുറൻസാണ് ഇപ്പോൾ നിലവിലുള്ളത്: ജനറൽ ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും. ജനറൽ ഇൻഷുറൻസ് ഇപ്പോഴും ഉണ്ട്. അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ, അതിനെല്ലാം ജനറൽ ഇൻഷുറൻസ് ആണ്. മറ്റത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പ്രശ്നം, ഈ ജനറൽ ഇൻഷുറൻസ് ഇപ്പോഴും ഉണ്ട്. അപകടങ്ങളിൽപ്പെടുന്ന ഭക്തർക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൊടുക്കുന്നുണ്ട്, ജീവന് പരിഹാരമായി കൊടുക്കുന്നുണ്ട്. ആംബുലൻസിൽ എത്തിക്കാനുള്ള സംവിധാനമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പമ്പ മുതൽ സന്നിധാനം വരെ മല കയറുമ്പോൾ ഹൃദ്രോഗം മൂലം, ശ്വാസം മുട്ടൽ മൂലം ഉണ്ടാകുന്ന മരണമാണ്. കഴിഞ്ഞ പ്രാവശ്യവും 42ഓളം പേരാണ് മരിച്ചത്. അവർക്ക് ഇൻഷുറൻസ് ഒരു പരിരക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിസി ഉണ്ടായിരുന്നില്ല. കാരണം അത് ഹെൽത്ത് ഇൻഷുറൻസിൽ പെടുന്നതാണ്. അപ്പോൾ അതിന് രോഗം മൂലം മരണപ്പെടുന്നവർക്ക് 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഹെൽത്ത് പോളിസി ഇല്ല. അതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. അത് മിനിമം 6 മാസം അല്ലെങ്കിൽ 1 വർഷം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിച്ച് വന്നപ്പോഴാണ് 2011 പുല്ലുമേട് ദുരന്തം ഉണ്ടായപ്പോൾ അന്നേക്ക് തന്നെ ഒരു കോടതി വിധി ഉണ്ടായി. അതായത് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഒരു നിധി രൂപീകരിക്കണം. അതിന് ഭക്തജനങ്ങളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അത് സംഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും ഒക്കെ ഒരു സ്വരൂപിച്ചുകൊണ്ടൊരു നിധി രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ വിധി. ഈ വെർച്വൽ ക്യൂവിൽ നിന്ന് ആളുകളിൽ നിന്ന് നിർബന്ധമായി 5 രൂപ വാങ്ങില്ല. അല്ല, നിർബന്ധം എന്നുള്ള പ്രശ്നമില്ല. അപ്പം ആ വിധിയാണ് ഭക്തജനങ്ങളിൽ നിന്നും വാങ്ങാം. പിന്നെ ഇത് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുമനസ്സുകളിൽ നിന്നും സ്വീകരിക്കാം. അപ്പോൾ വെർച്വൽ ക്യൂ വഴി നമുക്ക് ഓപ്ഷണലായി, ഒരു നിർബന്ധവുമില്ല, ഓപ്ഷണലായി ഒരു 5 രൂപ നമുക്ക് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളത് ശേഖരിച്ചാൽ മരിക്കുന്ന ആളുകൾക്ക്, എന്തെങ്കിലും അപകടങ്ങൾ വരുന്നവർക്ക് അല്ലെങ്കിൽ മരണപ്പെടുന്നവർക്ക് ഒരു 3 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു മരണമെന്ന് പറയുന്നത്, ഒരു ഗൃഹനാഥൻ്റെ മരണമെന്ന് പറയുന്നത്, ഒരു വീട്ടിലുണ്ടാകുന്നൊരു ശൂന്യത നിങ്ങൾ ആലോചിച്ച് നോക്കണം. ശബരിമലയിലേക്ക് വരുന്നു, പിന്നെ മരണമാണ് കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടൊരു കുടുംബത്തിനുണ്ടാകുന്നൊരു ദുരവസ്ഥ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ കൂടി കടമയല്ലേ? അത് കൃത്യമായി ചെയ്യണമെന്ന് കോടതി പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ മറ്റ് സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായം ഇതിന് തേടും? ഉറപ്പായിട്ടും നമ്മൾ തേടും. അതിന് സംഭാവന നൽകാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും, ചെയ്യുന്ന ആളുകളുണ്ട്. സർക്കാർ അനുമതിയോടുകൂടി ഈ സീസണിൽ തന്നെ, വരുന്ന സീസണിൽ തന്നെ ഈ കാര്യം നടപ്പിലാക്കും. സർക്കാരിൻ്റെ ഒരു പെർമിഷനും കൂടെ വേണം. സർക്കാരിൻ്റെ പെർമിഷനും കൂടെ നടപ്പിലാക്കി മുന്നോട്ട് പോകും.
ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. പുതിയ രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നു. അത് മീനമാസ പൂജകൾ വിജയിക്കുകയാണെങ്കിൽ അടുത്ത ഏപ്രിൽ വിഷു പൂജകൾക്ക് നട തുറക്കുന്ന ഘട്ടത്തിൽ അത് സ്ഥിരമാക്കും. പിന്നെ അടുത്ത സീസണിലും ഇക്കാര്യമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഒപ്പം തന്നെ ഭക്തർക്ക് വേണ്ടി ഒരു നിധിയുടെ കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അക്കാര്യം ഭക്തരിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് ഇവിടെ അപകടം മറ്റു പ്രശ്നങ്ങളുണ്ടാകുന്ന ഭക്തർക്ക് പണം നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ പ്രശാന്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ മണ്ഡലകാലത്ത് ഉൾപ്പെടെ വലിയ വിജയമാണ്. ഒരു ആക്ഷേപമില്ലാതെ കഴിഞ്ഞ സീസൺ അവസാനിപ്പിക്കാൻ പറ്റി. എന്തായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വിജയകുമാർ. ശരി ജയശങ്കർ, എന്തായാലും ഈ പരീക്ഷണം അത് ദർശനം സുഗമമാക്കുന്നുവെങ്കിൽ അതിനൊപ്പം നിൽക്കാം. അത് നടപ്പാക്കണമോ വേണ്ടോ എന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് തീരുമാനമെടുക്കേണ്ടത്. അത് കേട്ടിടത്തോളം അത് വയബിൾ ആണ്, അത് പ്രാക്ടിക്കലാണ്, ഭക്തർക്ക് നല്ലതാണ്. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ രേഖകളിൽ കാണാത്ത പോലെയുള്ള എന്തെങ്കിലും പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ടോ എന്നത് പ്രാക്ടിക്കലിൽ അറിയട്ടെ. എന്തായാലും അതിനുശേഷം പോട്ടെ. ഈ പറയുന്ന പോലെ ഭക്തർക്ക് ഗുണകരമാണെങ്കിൽ അതിന് 100% പിന്തുണ.